ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ്? അമിതമായ ചിന്തകളാണ് ദുഃഖത്തിൻ്റെ കാരണം. നമ്മൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ അമിതമായി ചിന്തിച്ച് വ്യാകുലപ്പെടാൻ പാടില്ലെന്നാണ് കേട്ടോ. അമിതമായിട്ട് ചിന്തിച്ച് വ്യാകുലപ്പെടാൻ പാടില്ല. നമ്മൾ നാളെയെക്കുറിച്ച് അമിതമായിട്ട് ആലോചിച്ച് എന്ത് ചെയ്യാറുണ്ട്? ആ വ്യാകുലപ്പെടാറുണ്ട്. നാളെകൾ എന്താണ്? ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞാണ്, നാളെകൾ വിധിവശമാണ്. ഒരു നിമിഷം മതി ജീവിതം മാറി മറിയുവാൻ. എപ്പോഴും മനസ്സിലാക്കണം. ഒരൊറ്റ നിമിഷം മതി. കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും വേണ്ട ജീവിതം മാറി മറിയുവാൻ. നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ അത്ഭുതം പോലെ ചിലപ്പോൾ നടക്കും. പക്ഷെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എന്തായിരിക്കണം? എല്ലായ്പ്പോഴും നല്ലതായിരിക്കണം. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എന്തായിരിക്കണം? എല്ലായ്പ്പോഴും നന്മ നിറഞ്ഞതായിരിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ ഇല്ലായ്മകളിലും കുറവുകളിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ ഇല്ലായ്മകളിലും കുറവുകളിലും നമ്മളുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഇല്ലായ്മകളിലും നമ്മുടെ കുറവുകളിലും നമ്മളുടെ മനസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ജീവിതത്തിൽ വളരുവാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കുവാനോ കഴിയാതെ വരും. പലരും ചെയ്യുന്നത് അങ്ങനെയാണ്. സ്വയം ഇല്ലായ്മകളെക്കുറിച്ച്, ജീവിതത്തിൽ എന്തില്ല അതിനെക്കുറിച്ച് ദുഃഖിക്കും. അവർക്ക് ജീവിതത്തിൽ അത് നേടിയെടുക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പരാതി പറയുന്നത് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. നമുക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതെങ്ങനെ വേണം? സത്യസന്ധമായ അധ്വാനം കൊണ്ട് അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. നന്മയിലൂടെ അത് നേടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും നമ്മളുടെ മനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ പതറിപ്പോവും. മറിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളിൽ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യിക്കണം. എന്നിട്ട് നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ വളരുവാനായിട്ട് ശ്രമിക്കണം. അസൂയ പാടില്ല. ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മൾ ഒരാളോട് അസൂയ വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരാനും കഴിയുകയില്ല, ഒരിക്കലും വളരാൻ കഴിയില്ല, ജീവിതത്തിൽ വിജയിക്കുവാനും കഴിയില്ല. അസൂയ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ പിന്നോട്ടടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പാടില്ല? അസൂയ പാടില്ല. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? വളരുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കഴിവുകൾ കൊണ്ട് വളരാൻ ശ്രമിക്കുക. വേറൊരാളുടെ കഴിവുകൊണ്ട് നമ്മൾ വളരാൻ ശ്രമിക്കരുത് കേട്ടോ. നമ്മുടെ സ്വന്തം കഴിവിൽ, സ്വന്തം കഠിനാധ്വാനം കൊണ്ട് നമ്മൾ വളരുവാൻ ശ്രമിക്കുക. കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യും? ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്നാണ്. കഠിനാധ്വാനം ചെയ്യാനൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ വിജയിക്കുമെന്നാണ് കേട്ടോ. നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ ജീവിതത്തിൽ എന്ത് ചെയ്യും? നന്മകൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും മനസ്സെന്താക്കണം? എപ്പോഴും നല്ല മനസ്സായിരിക്കണം. നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കണം നിങ്ങൾ. വിശാലമായിട്ട് ചിന്തിക്കുന്നവനാകണം നിങ്ങൾ കേട്ടോ. വിശാലമായിട്ട് ചിന്തിക്കുന്നവരാകണം. ലോകത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്നേഹം, ദയ, കാരുണ്യം ഇവയ്ക്കൊക്കെ എന്തുണ്ടായിരിക്കണം? സ്ഥാനമുണ്ടായിരിക്കണം. സത്യസന്ധതയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം ഉണ്ടായിരിക്കണം. സത്യസന്ധമായിട്ട് അധ്വാനിക്കുന്നവരായിരിക്കണം. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം. ഒരു കാര്യം പറയട്ടെ, നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്, സത്യസന്ധമായിട്ട് അധ്വാനിക്കുക, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക, സത്യം പറയുക എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, മറ്റൊരാൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കള്ളങ്ങൾ പറയുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല കേട്ടോ. ഒരു പക്ഷേ നിങ്ങളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. നിങ്ങൾ ഓർക്കാതെ പറഞ്ഞു ശാസ്താംകോട്ടയിൽ പോകുന്നു. അപ്പം നിങ്ങൾ പോകുന്നത് അടൂരിലേക്കാക്കി നിങ്ങൾ പോയത് ഓർക്കാതെ പറഞ്ഞതാണ്. അതൊരു കള്ളവുമാണ്. പക്ഷേ അങ്ങനെ പറയുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല കേട്ടോ. കള്ളം പറയാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും യാതൊരു കുഴപ്പമുണ്ടാകാനും പാടില്ല കേട്ടോ. പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. ജീവിതത്തിൽ കള്ളങ്ങൾ പരമാവധി പറയാതിരിക്കുക. സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുക? വർത്തമാനം പറയുക, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുക. ജീവിതത്തിൽ എന്ത് ചെയ്യും? ജീവിതത്തിലെ ഉയർച്ചകൾ അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്തുമെന്നാണ്. ജീവിതത്തിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളങ്ങ് വളരും കേട്ടോ. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കാനും സത്യസന്ധമായിട്ട്
നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് എന്താണ്, അത് ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ്.